ഹലോ ഓൾ, എല്ലാവർക്കും KS മെന്ററിന്റെ കറണ്ട് അഫെയർ സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ 1 മുതൽ 15 വരെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ്. ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ബീച്ചുകളെ മാലിന്യമുക്തമാക്കാൻ ആരംഭിച്ച ക്യാമ്പയിൻ ആണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ക്യാമ്പയിൻ. നമുക്ക് എന്തുകൊണ്ട് ഈ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്ന പേര് ഇതിന് കിട്ടി എന്നുള്ളത് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും പഠിക്കാം. നമുക്കറിയാം, നമ്മുടെ ബീച്ചുകളൊക്കെ പലപ്പോഴും ഭയങ്കരമായിട്ടും പ്ലാസ്റ്റിക് ഡംപ് ചെയ്ത് പൊല്യൂട്ടഡ് ആയിട്ട് കിടക്കാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ആണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ക്യാമ്പയിൻ. സംസ്ഥാന കുടുംബശ്രീ കലോത്സവം നടന്നത് തൃശ്ശൂർ ജില്ലയിലാണ് സംസ്ഥാന കുടുംബശ്രീ കലോത്സവം നടന്നത്. അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്നാണ് ഇപ്രാവശ്യം കുടുംബശ്രീ കലോത്സവത്തിന് പേര് നൽകിയിരുന്നത്. അത് നടന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ് കുടുംബശ്രീ കലോത്സവം നടന്നത്. ഇനി അടുത്തതായിട്ട് കേരളത്തില് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ ജില്ലാ കളക്ടറേറ്റ് എവിടെയാണെന്ന് നോക്കാം. കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ജില്ലാ കളക്ടറേറ്റ് ഏതാണ്? കോട്ടയം കളക്ടറേറ്റ് ആണ്. കോട്ടയം കളക്ടറേറ്റിനാണ് ആദ്യമായിട്ട് കേരളത്തിൽ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. ഈ ISO സർട്ടിഫിക്കേഷൻ എന്തുവാണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന സംഘടന കുറച്ച് ക്രൈറ്റീരിയാസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ക്രൈറ്റീരിയാസിൽ ഏതെങ്കിലും ഒക്കെ മീറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തോ ആയിക്കോട്ടെ, അതിനു വേണ്ടി നൽകുന്നതാണ് ISO സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ആദ്യമായിട്ട് കേരളത്തിൽ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച പോലീസ് സ്റ്റേഷൻ ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച പോലീസ് സ്റ്റേഷൻ, കറണ്ട് അഫയേഴ്സ് ഫാക്ട് അല്ല, ഒരു കോമൺ ഫാക്ട് പറയുവാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച പോലീസ് സ്റ്റേഷൻ ഏതാണ്? കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫാക്ട്, ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലാ കളക്ടറേറ്റ് ഏതാണ്? കോട്ടയം കളക്ടറേറ്റ് ആണ്. അടുത്തതായിട്ട് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഈറ്റ് റൈറ്റ് കേരള. ഈറ്റ് റൈറ്റ് കേരള എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ഒരു ആപ്ലിക്കേഷൻ ആണ്. ഭക്ഷണം സുരക്ഷിതമാണ്, ഈ ഹോട്ടൽസ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് നൽകുന്ന ഭക്ഷണം സുരക്ഷിതമാണ് എന്ന് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഏതൊക്കെയാണ്, അവയുടെ ലൊക്കേഷൻ ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാകുന്ന ആപ്പാണ് ഈറ്റ് റൈറ്റ് കേരള. സുരക്ഷിതമാണ് എന്ന് കേരള സർക്കാർ സർട്ടിഫൈ ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഏതൊക്കെയാണ് എന്ന് ഈറ്റ് റൈറ്റ് കേരള എന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇൻഡെക്സിൽ 1ാം സ്ഥാനം ലഭിച്ചത്. ഇനി ഈ ഇൻഡെക്സ് എന്തുവാണ്? ഇന്ത്യയൊട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലും ഇവിടെ എല്ലായിടവും ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട്, ക്വാളിറ്റി എങ്ങനെയാണ്, ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന ഇൻഡെക്സ് ആണ് ഈ ഇൻഡെക്സ്. അതിൽ 1ാം സ്ഥാനം ലഭിച്ചത് കേരളത്തിനാണ്. രക്തദാനത്തിന് ആദ്യമായിട്ട് അവധി പ്രഖ്യാപിച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? കേരള യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായിട്ട് രക്തദാനത്തിന് അവധി പ്രഖ്യാപിച്ചത്. എന്നാണ് നമ്മൾ ലോക രക്തദാന ദിനമായിട്ട് ആചരിക്കുന്നത്? ലോക രക്തദാന ദിനം ജൂൺ 14 ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ് രക്തം ദാനം ചെയ്തു എന്ന സർട്ടിഫിക്കറ്റുമായിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് അന്നത്തെ അറ്റൻഡൻസ് നൽകണം എന്നാണ് കേരള യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് രക്തദാനത്തിന് അവധി പ്രഖ്യാപിച്ച യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. സ്ത്രീ സൗഹൃദ ടൂറിസം ഉറപ്പാക്കുന്നതിനായി മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ് ആദ്യമായിട്ട് വുമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസം നടപ്പാക്കുന്നതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ വന്നിട്ടില്ല, പുറത്തിറക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് എന്തൊക്കെയാണ് അറിയാൻ പറ്റുന്നത്? വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ട്സ്, ഹോട്ടൽസ്, അങ്ങനെ വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സർവീസസ് എവിടെയൊക്കെ ലഭിക്കും, ഇങ്ങനത്തുള്ള ഇൻഫർമേഷൻസ് എല്ലാം ലഭ്യമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് കേരള സർക്കാർ പുറത്തിറക്കാൻ പോകുന്നത്. ടൂറിസം വകുപ്പാണ് ഈ ആപ്ലിക്കേഷൻ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം
നിർദ്ദേശം നൽകിയിരിക്കുന്നത് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ. കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ. സംഗീത ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ഗ്രാമമാണ് വാൽമുട്ടി. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ ചിറ്റൂരിനടുത്തുള്ള ഒരു ഗ്രാമമാണ് വാൽമുട്ടി എന്ന് പറയുന്നത്. ഈ ഗ്രാമത്തിലുള്ള എല്ലാ വീട്ടിലുള്ള ആൾക്കാർക്കും സംഗീതം അറിയാം എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിന് സംഗീത ഗ്രാമം എന്ന ഒരു പദവി ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ നോക്കിയത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട്സ് ആണ്. ഇനി നമുക്ക് കലാ, സാംസ്കാരികം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് നോക്കാം. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ MD ആയിട്ട് ചുമതലയേറ്റത് KV അബ്ദുൾ മാലിക്കാണ്. KV അബ്ദുൾ മാലിക്കാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ MD ആയിട്ട് ചുമതലയേറ്റത്. 19ാം P കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് 19ാം P കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ. ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണനാണ് 19ാം P കേശവദേവ് അവാർഡ് നേടിയത്. ഇനി ആരാ ഈ P കേശവദേവ് എന്ന് പറയുന്നത്? നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ ഒരു നോവലിസ്റ്റ് ആണ് P കേശവദേവ്. P കേശവദേവിന്റെ പ്രശസ്തമായ PSCക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് നോവലുകളാണ് ഈ ഓടയിൽ നിന്ന് ഒലക്ക. ഇതൊക്കെ P കേശവദേവിന്റെ നോവൽസ് ആണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള നോവലുകളാണ് ഓടയിൽ നിന്ന് ഉലക്ക എന്നിവയൊക്കെ. 19ാം P കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണനാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചില കവിതകളാണ് തത്തരാമായണം, ചിതൽ വരും കാലം എന്നിവയൊക്കെ. അപ്പോൾ P കേശവദേവ് 19ാം P കേശവദേവ് അവാർഡ് ലഭിച്ചത് ആരൊക്കെയാണ്? ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണനാണ്. P കേശവദേവിന്റെ നോവലുകളാണ് ഓടയിൽ നിന്ന് ഉലക്ക എന്നിവ. ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണന്റെ കവിതകളാണ് തത്തരാമായണം, ചിതൽ വരും കാലം എന്നിവയൊക്കെ. അടുത്ത് നോക്കാം. എ വാക്ക് അപ്പ് ദ ഹിൽ, ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിൽ രചിച്ച പുസ്തകമാണ് എ വാക്ക് അപ്പ് ദ ഹിൽ, ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന് പറയുന്നത്. മാധവ് ഗാഡ്ഗിൽ നമുക്കറിയാം പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ സമർപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം രചിച്ച പുസ്തകമാണ് എ വാക്ക് അപ്പ് ദ ഹിൽ, ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. C ദിവാകരന്റെ ആത്മകഥ. C ദിവാകരൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പഴയ മിനിസ്റ്ററാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് C ദിവാകരൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ. കനൽ വഴികളിലൂടെ C ദിവാകരന്റെ ആത്മകഥയാണ്. C ദിവാകരന്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ. മാധവ് ഗാഡ്ഗിൽ രചിച്ച പുസ്തകമാണ് എ വാക്ക് അപ്പ് ദ ഹിൽ, ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. നമ്മുടെ മുൻ മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായിട്ടുള്ള C ദിവാകരന്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ. അടുത്തതായിട്ട് നമുക്ക് കായികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് നോക്കാം. ഫ്രഞ്ച് ഓപ്പൺ. ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രശസ്തമായിട്ടുള്ള ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ്. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളിൽ ഒന്നാണ് ഫ്രഞ്ച് ഓപ്പൺ. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളിൽ ഉൾപ്പെടുന്നത് 4 ടൂർണമെന്റ്സ് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ഈ 4 ടൂർണമെന്റുകളിലാണ് ഈ 4 ടൂർണമെന്റുകളാണ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിൽ ഉൾപ്പെടുന്നത്. അതിലൊന്നായിട്ട് ഇപ്പം ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ്സ് നടക്കുന്ന ഓർഡർ എന്താണ്? ആദ്യമായിട്ട് ജാനുവരിയിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കും. അത് കഴിഞ്ഞ് മെയ്, ജൂൺ സമയങ്ങളിലായിട്ട് നമ്മുടെ ഫ്രഞ്ച് ഓപ്പൺ നടക്കും. ഫ്രഞ്ച് ഓപ്പൺ കഴിഞ്ഞ് അടുത്തതായിട്ട് ജൂൺ, ജൂലൈ കാലഘട്ടത്തിൽ വിംബിൾഡൺ സീരീസ് നടക്കും. അത് കഴിഞ്ഞതിന് ശേഷം ജൂലൈ, ഓഗസ്റ്റ് സമയത്ത് നമ്മുടെ US ഓപ്പൺ നടക്കും. ഇങ്ങനെയാണ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിന്റെ ഓർഡർ എന്ന് പറയുന്നത്. 2023 ഫ്രഞ്ച് ഓപ്പണിലെ പുരുഷ വിഭാഗം വിജയ്. 2023 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം വിജയ് ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. നൊവാക് ജോക്കോവിച്ച് ആണ് നമ്മുടെ ഫ്രഞ്ച് ഓപ്പൺ 2023 പുരുഷ വിഭാഗം വിജയ്. പുരുഷ വിഭാഗം വിജയ് ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. റണ്ണറപ്പ് ആയത് ആരാണ്? റാഫേൽ നദാലാണ്. റാഫേൽ നദാലിനെ തോൽപ്പിച്ചുകൊണ്ടാണ് നൊവാക് ജോക്കോവിച്ച് ഫ്രഞ്ച് ഓപ്പൺ 2023 വിജയിച്ചത്. നൊവാക് ജോക്കോവിച്ചിന്റെ 23ാമത്തെ ഗ്രാൻഡ് സ്ലാം പുരസ്കാരമാണ് 2023 ഫ്രഞ്ച് ഓപ്പൺ. 2023 ഫ്രഞ്ച് ഓപ്പൺ നൊവാക് ജോക്കോവിച്ചിന്റെ 23ാമത്തെ ഗ്രാൻഡ് സ്ലാം വിജയമാണ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാമുകൾ നേടിയിട്ടുള്ളത്?
ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളത് മാർഗരറ്റ് കോർട്ട് എന്ന് പറയുന്ന വനിതയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അവർക്ക് 24 ഗ്രാൻഡ് സ്ലാം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 24 ഗ്രാൻഡ് സ്ലാം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള മാർഗരറ്റ് കോർട്ടിനാണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം പുരസ്കാരം നേടിയ വ്യക്തി എന്ന ബഹുമതി ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നൊവാക് ജോക്കോവിച്ചിന് ഇനി ഒരു ഗ്രാൻഡ് സ്ലാം പുരസ്കാരം കൂടെ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം പുരസ്കാരങ്ങൾ നേടിയ വ്യക്തി എന്ന് പറയുന്ന മാർഗരറ്റ് കോർട്ടിന്റെ റെക്കോർഡിന് ഒപ്പം എത്തും. ഫ്രഞ്ച് ഓപ്പൺ 2023 പുരുഷ വിഭാഗം വിജയി ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. അദ്ദേഹത്തിന്റെ 23ാമത്തെ ഗ്രാൻഡ് സ്ലാം പുരസ്കാരമാണ് 2023 ഫ്രഞ്ച് ഓപ്പൺ. നൊവാക് ജോക്കോവിച്ച് ആരെ തോൽപ്പിച്ചുകൊണ്ടാണ് ഫ്രഞ്ച് ഓപ്പൺ നേടിയത്? റാഫേൽ നദാലിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫ്രഞ്ച് ഓപ്പൺ പുരസ്കാരം നേടിയത്. റാഫേൽ നദാലിന് മൊത്തം 22 ഗ്രാൻഡ് സ്ലാം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം പുരസ്കാരം നേടിയത് മാർഗരറ്റ് കോർട്ടാണ്, 24 എണ്ണം. ഫ്രഞ്ച് ഓപ്പൺ വിജയിയായിട്ടുള്ള നൊവാക് ജോക്കോവിച്ചിന് 23 ഗ്രാൻഡ് സ്ലാം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2023 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം വിജയി ആരാണ്? ഈഗ ഷാൻബ്രക്ക്. ഇവരെ ആരെ തോൽപ്പിച്ചുകൊണ്ടിട്ടാണ് ഈ പുരസ്കാരം നേടിയത്? കാരോലിന മുഖോവ എന്ന ടെന്നീസ് പ്ലെയറിനെ തോൽപ്പിച്ചുകൊണ്ടിട്ടാണ് ഈഗ ഷാൻബ്രക്ക് ഈ ഫ്രഞ്ച് ഓപ്പൺ 2023 നേടുന്നത്. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ PSC സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു മേഖലയും കൂടെയാണ്. ഫ്രഞ്ച് ഓപ്പൺ 2023 പുരുഷ വിഭാഗം വിജയി ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. അദ്ദേഹത്തിന്റെ 23ാമത്തെ വിജയമാണ് ഫ്രഞ്ച് ഓപ്പൺ 2023. ഓർത്ത് വെക്കാൻ ആക്ച്വലി എളുപ്പമാണ്. 2023 അദ്ദേഹത്തിന് 23ാമത്തെ ഗ്രാൻഡ് സ്ലാം പുരസ്കാരം ലഭിച്ചു. ഇനി അദ്ദേഹം ആരെ തോൽപ്പിച്ചുകൊണ്ടിട്ടാണ് ഫ്രഞ്ച് ഓപ്പൺ 2023 നേടിയത്? റാഫേൽ നദാലിനെ തോൽപ്പിച്ചുകൊണ്ടിട്ട് നൊവാക് ജോക്കോവിച്ച് ഫ്രഞ്ച് ഓപ്പൺ 2023 നേടി. ഇനി ഫ്രഞ്ച് ഓപ്പൺ 2023 വനിതാ വിഭാഗം വിജയി ആരാണ്? ഈഗ ഷാൻബ്രക്കിനാണ് വനിതാ വിഭാഗം വിജയം നേടിയത്. അവർ ആരെ തോൽപ്പിച്ചിട്ടാണ് വിജയം നേടിയത്? കാരോലിന മുഖോവ. അപ്പോൾ വനിതാ വിഭാഗത്തിലെ വിജയി ഈഗ ഷാൻബ്രക്ക്, റണ്ണറപ്പ് കാരോലിന മുഖോവ. അടുത്തതായിട്ട് ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയി ആരാണ്? ഓസ്ട്രേലിയ ആണ് ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത്. റണ്ണറപ്പ് ആരായിരുന്നു? ഇന്ത്യ ആയിരുന്നു റണ്ണറപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ വിജയികൾ ഓസ്ട്രേലിയ ആണ്, റണ്ണറപ്പ് ഇന്ത്യ ആണ്. നമുക്ക് PSCക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ വിജയി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ ഇന്ത്യ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ ആദ്യം പോയി ഇന്ത്യ കുത്തും. അങ്ങനെ ചെയ്യരുത്. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ വിജയികൾ ഓസ്ട്രേലിയ ആണ്, ഇന്ത്യ റണ്ണറപ്പ് ആണ് ആയത്. ഓർത്ത് വെച്ചിരിക്കാം. ഇന്ത്യയാണ് പുരുഷ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി നേടിയത്. റണ്ണറപ്പ് ആയത് ആരാണ്? പാകിസ്ഥാനാണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഒരു മാച്ചാണ് ഇപ്രാവശ്യത്തെ പുരുഷ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി. വിജയികളായത് ആരാണ്? ഇന്ത്യയാണ് വിജയികളായത്, പാകിസ്ഥാനായിരുന്നു റണ്ണറപ്പ്. ഈ മത്സരം നടന്നത് എവിടെ വെച്ചാണ്? ഒമാനിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടന്നത്. അപ്പോൾ പുരുഷ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി 2023 വിജയികൾ ആരാണ്? ഇന്ത്യയാണ് വിജയികളായത്, റണ്ണറപ്പ് ആയത് പാകിസ്ഥാനാണ്. ഇതിന്റെ വേദി എവിടെയായിരുന്നു? ഒമാനിലായിരുന്നു ഈ മത്സരം നടന്നത്. ഓർത്തു വെച്ചിരിക്കാം. ICC ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ഓസ്ട്രേലിയ ആണ്, ഇന്ത്യ റണ്ണറപ്പുകളായിരുന്നു. അതേസമയം പുരുഷ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി 2023 വിജയികളായത് ഇന്ത്യയാണ്, റണ്ണറപ്പ് ആയത് പാകിസ്ഥാനാണ്. 23ാമത്തെ ദുബായ് ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായത് ആരാണ്? അരവിന്ദ് ചിദംബരം. തമിഴ്നാട് സ്വദേശിയായ അരവിന്ദ് ചിദംബരമാണ് 23ാമത് ദുബായ് ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത്. തമിഴ്നാടുകാരനായിട്ടുള്ള അരവിന്ദ് ചിദംബരമാണ് 23ാമത് ദുബായ് ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത്. അടുത്തതായിട്ട് 2023 ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. 2020 ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഇതിനു മുന്നേ നമ്മൾ ഹോക്കി ചാമ്പ്യൻഷിപ്പ് വിജയികൾ ആരാണ്, റണ്ണറപ്പ് ആരാണ്, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞു. ഇത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആണ്. വിജയികളായത് ആരാണ്? ജപ്പാനാണ് വിജയികളായത്. 2023 ഏഷ്യൻ അണ്ടർ 20
അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വിജയികളായത് ആരാണ്? ജപ്പാനാണ് വിജയികളായത്. ഇന്ത്യക്ക് ലഭിച്ചത് 3-ാം സ്ഥാനമാണ്. 3-ാം സ്ഥാനം ലഭിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യക്ക് 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 2023 ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വിജയികളായത് ആരാണ്? ജപ്പാനാണ് വിജയികളായത്. 3-ാം സ്ഥാനം ലഭിച്ചത് ഇന്ത്യക്കാണ്. അടുത്തതായിട്ട് ചാമ്പ്യൻസ് ലീഗ് 2022-23 വിജയികളായത്. ചാമ്പ്യൻസ് ലീഗ് വിജയികളായത് ആരാണ്? മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് ചാമ്പ്യൻസ് ലീഗ് 2022-23 കിരീടം ലഭിച്ചത്. അടുത്തതായിട്ട് ഫിഫ അണ്ടർ-20 ലോകകപ്പ് വിജയികൾ. ഫിഫ അണ്ടർ-20 ലോകകപ്പ് വിജയികളായത് ആരാണ്? ഉറുഗ്വായ് ആണ്. അർജന്റീനയിലാണ് ഫിഫ അണ്ടർ-20 ലോകകപ്പ് നടന്നത്. ലഭിച്ചത് ഏത് രാജ്യത്തിനാണ്? ഉറുഗ്വായ്ക്കാണ് ഫിഫ അണ്ടർ-20 ലോകകപ്പ് ലഭിച്ചത്. നടന്നത് എവിടെയാണ്? അർജന്റീനയിലാണ്. ഇന്ത്യക്കാണ് വനിതാ വിഭാഗം ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം ലഭിച്ചത്. റണ്ണറപ്പ് ആയ രാജ്യം ഏതാണ്? സൗത്ത് കൊറിയയാണ്. സൗത്ത് കൊറിയയ്ക്കാണ് ജൂനിയർ വിഭാഗം വനിതാ ഏഷ്യ കപ്പ് ഹോക്കി 2-ാം സ്ഥാനം ലഭിച്ചത്. 1-ാം സ്ഥാനത്തെത്തിയത് ഇന്ത്യയാണ്. അടുത്തതായിട്ട് നമുക്ക് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് നോക്കാം. മഹാരാഷ്ട്രയിലെ ബാന്ദ്ര വെർസോവ സീലിംഗ് പാലത്തിന്റെ പുതിയ പേര് നമ്മളിപ്പം കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ പല സ്ഥലങ്ങളുടെയും പാലങ്ങളുടെയും സ്റ്റേഡിയത്തിന്റെയൊക്കെ പേര് ഈ ഇടയായിട്ട് ഇന്ത്യയിൽ മാറ്റുന്നുണ്ട്. അങ്ങനെ പേര് മാറ്റപ്പെട്ട ഒരു പാലമാണ് മഹാരാഷ്ട്രയിലെ ബാന്ദ്ര വെർസോവി സീലിംഗ് പാലം. അതിന്റെ പുതിയ പേര് സ്വതന്ത്ര വീർ സവാർക്കർ സമുദ്ര സേതു എന്നാണ് ബാന്ദ്ര വെർസോവ പാലത്തിന്റെ പുതിയ പേര്. അടുത്തതായിട്ട് കുറച്ച് സിറ്റീസ്, മഹാരാഷ്ട്രയിലെ കുറച്ച് സിറ്റീസിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. അഹമ്മദ് നഗറിന്റെ പുതിയ പേരെന്താണ്? അഹല്യനഗർ. അഹല്യനഗർ എന്നാണ് അഹമ്മദ് നഗറിന്റെ പുതിയ പേര്. നമുക്കിത് കണക്ട് ചെയ്യാവുന്നതാണ്. എന്നൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. അഹമ്മദ് നഗറിന്റെ പുതിയ പേര് അഹല്യനഗർ എന്നാണ്. അഹല്യനഗർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട മഹാരാഷ്ട്രയിലെ സിറ്റി ഏതാണ്? അഹമ്മദ് നഗറാണ്. ഈ ഇടക്കാലത്ത് തന്നെ പേര് മാറ്റപ്പെട്ടിട്ടുള്ള മറ്റ് 2 സിറ്റികൾ കൂടെ മഹാരാഷ്ട്രയിലുണ്ട്. ഒന്ന് ഔറംഗാബാദും മറ്റൊന്ന് ഒസ്മാനാബാദും. ഔറംഗാബാദും ഒസ്മാനാബാദും മഹാരാഷ്ട്രയിൽ ഈ ഇടക്കാലത്തായിട്ട് പേര് മാറ്റപ്പെട്ടിട്ടുള്ള സിറ്റീസ് ആണ്. ഇവയുടെ പുതിയ പേരുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഔറംഗാബാദിന്റെ പേര് മാറ്റിയിരിക്കുന്നത് ഛത്രപതി സാംബാജി നഗർ എന്നാണ്. ഇനി ഒസ്മാനാബാദിന്റെ പുതിയ പേരെന്താണ്? ധരാശിവ്. ധരാശിവ് എന്ന പേര് മാറ്റപ്പെട്ടിട്ടുള്ളത് ഒസ്മാനാബാദിനാണ്. അപ്പോൾ നമ്മൾ പേര് മാറ്റപ്പെട്ടിട്ടുള്ള 4 കാര്യങ്ങൾ പഠിച്ചു. നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ പോലുള്ള OTT പ്ലാറ്റ്ഫോംസിൽ ആദ്യമായിട്ട് ആന്റി ടൊബാക്കോ വാർണിംഗ്സ് റെഗുലേറ്റ് ചെയ്ത രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇനി അടുത്തതായിട്ട് മൗണ്ട് എവറസ്റ്റ് കയറിയ ആദ്യ തമിഴ് വനിത. മൗണ്ട് എവറസ്റ്റ് കയറിയിട്ടുള്ള പല വനിതകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ഒരു തമിഴ് വനിത മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയിരിക്കുകയാണ്. ആരാണ് അവർ? മുത്തമിഴ് സെൽവി എന്ന് പറയുന്ന വനിതയാണ് ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയ തമിഴ് വനിത. ഇനി അടുത്തതായിട്ട് 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. PSC ഇടയ്ക്കിടയ്ക്കായിട്ട് ഇപ്പൊ ചോദിക്കാറുണ്ട്. 2023, 22, 21 രൂപം കൊണ്ട ചുഴലിക്കാറ്റിനെ കുറിച്ച് PSC ഇപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓർത്ത് വെച്ചിരിക്കുക, 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. ഓർത്ത് വെച്ചിരിക്കുക ഈ 2 കാര്യവും. 2023 ജൂണ് അറബിക്കടൽ, ഇത് രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര ഈ 3 സംസ്ഥാനങ്ങളിലും വ്യാപകമായിട്ട് നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുള്ള ചുഴലിക്കാറ്റാണ് ബിപ്പർജോയ്. ഇത് എപ്പോഴാണ് രൂപം കൊണ്ടത്? 2023 ജൂണിൽ അറബിക്കടലിലാണ് ബിപ്പർജോയ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് രൂപം കൊണ്ടിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് മണിപ്പൂരിലെ വംശീയ കലാപത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട 3-അംഗ കമ്മീഷന്റെ ചെയർമാൻ. ഈ ചെയർമാൻ ആരാണെന്ന് നോക്കുന്നതിന് മുന്നേ എന്താണ് ഈ മണിപ്പൂർ കലാപം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മണിപ്പൂരിലെ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് മേദികളും കുക്കികളും. ഇതില് കുക്കി വംശജര് ഓൾറെഡി ഷെഡ്യൂൾഡ് ട്രൈബ് ലിസ്റ്റിൽ ഉള്ളവരാണ്. മേദി വംശജരെ കൂടെ ഷെഡ്യൂൾഡ് ട്രൈബ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ള കോടതി വിധി വന്നതോടുകൂടിയാണ് മണിപ്പൂരിൽ കലാപം ആരംഭിക്കുന്നത്. ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു കലാപം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു കലാപമായിട്ട് മണിപ്പൂരിൽ മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു 3-അംഗ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മണിപ്പൂരിലെ വംശീയ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട 3-അംഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അജൽ ലംബ. ജസ്റ്റിസ് അജൽ ലംബയാണ് മണിപ്പൂരിലെ വംശീയ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയിലെ
IRFിലെ ചെയർമാൻ. അടുത്തതായിട്ട് NIRF, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRF. എന്താണ് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്? നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലെ കീഴിലാണ് NIRF പ്രവർത്തിക്കുന്നത്. ഇവർ നമ്മുടെ രാജ്യത്തുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്വാളിറ്റി എത്രത്തോളമാണ് എന്ന് അസസ് ചെയ്യുന്നതാണ് NIRFന്റെ ജോലി. അപ്പോൾ ഇവരുടെ റാങ്കിംഗ് അനുസരിച്ച് ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് ഏതാണ്? IIT മദ്രാസ് ആണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. NIRFന്റെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? IIT മദ്രാസ്. IIT മദ്രാസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് NIRFന്റെ റാങ്കിങ് പറയുന്നത്. അടുത്തതായിട്ട് BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ. BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? നിതിൻ അഗർവാൾ. BSF എന്തുവാണ്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ചെയർമാൻ ആരാണ്? നിതിൻ അഗർവാൾ ആണ്. നമ്മുടെ ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അതിന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത് നിതിൻ അഗർവാൾ ആണ്. നമ്മളിപ്പോൾ 3 കാര്യങ്ങളാണ് നോക്കിയത്. മണിപ്പൂരിലെ വംശീയ കലാപം അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അജൽ ലംബയാണ്. NIRFന്റെ റാങ്കിംഗ് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് റാങ്ക് ചെയ്യപ്പെട്ടത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്? IIT മദ്രാസ് ആണ്. ഇനി BSFന്റെ പുതിയ ചെയർമാൻ ആരാണ്? നിതിൻ അഗർവാൾ. നിതിൻ അഗർവാൾ ആണ് BSFന്റെ പുതിയ ചെയർമാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ജൂൺ 1 മുതൽ 15 വരെ അന്തർദേശീയ തലത്തിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് നോക്കാം. ആദ്യമായിട്ട് ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ വേദി. ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ വേദി ഏതാണ്? നമുക്ക് ഈ പേര് കാണുമ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷൻ ഒക്കെ തോന്നി, ഇത് ഏതായി രാജ്യം എന്ന്. വേറെ ഒന്നുമല്ല, ഐവറി കോസ്റ്റ് ആണ്. ഐവറി കോസ്റ്റ് ആണ് 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ വേദിയായത്. എല്ലാ പ്രാവശ്യവും പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തീം ഉണ്ടാകാറുണ്ട്. PSC ഇതിനു മുമ്പ് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പരിസ്ഥിതി ദിനത്തിന്റെ തീം ഏതാണ്. പല വർഷങ്ങളിലായിട്ട് PSC റിപ്പീറ്റ് ചെയ്ത് അതാത് വർഷങ്ങളുടെ തീം ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് ഓർത്ത് വെച്ചിരിക്കുക. 2023 പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ തീം എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് തീം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ബീച്ചുകൾ പ്ലാസ്റ്റിക് മുക്തമാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ആരംഭിച്ച പദ്ധതിക്ക് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ക്യാമ്പയിൻ എന്ന പേര് ലഭിച്ചത്. അപ്പോൾ 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ വേദി ഏതാണ്? ഐവറി കോസ്റ്റ് ആയിരുന്നു വേദി. 2023 പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ തീം എന്തായിരുന്നു? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വായു മലിനീകരണം ഉണ്ടാവും. വെറുതെ ഡംപ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് സോളിഡ് വേസ്റ്റ് ആണ്. അങ്ങനെ പല തരത്തിലുള്ള പൊല്യൂഷൻസ് കോസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. അതുകൊണ്ട് തന്നെ 2023 പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ തീം എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അത് കഴിഞ്ഞ് 2022 തീം കൂടി ഓർത്ത് വെച്ചിരിക്കുക. 2022 തീം കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഒൺലി വൺ എർത്ത്. ഒൺലി വൺ എർത്ത് എന്നാണ് 2022 തീം. 2023 ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നായിരുന്നെങ്കിൽ 2022 ഒൺലി വൺ എർത്ത് എന്നായിരുന്നു പരിസ്ഥിതി ദിനാഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീം. അടുത്ത പോയിന്റ്, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ് ജൂൺ 7. നമ്മൾ ഇതിനു മുന്നേ ആയിട്ട് കേരളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഈഡ് റൈറ്റ് കേരള എന്ന് പറയുന്ന ആപ്പൊക്കെ കേരളം ലോഞ്ച് ചെയ്തത് ഭക്ഷ്യ സുരക്ഷാ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ജൂൺ 7 ഭക്ഷ്യ സുരക്ഷാ ദിനം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈഡ് റൈറ്റ് കേരള എന്ന് പറയുന്ന ആപ്പൊക്കെ കേരളം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഭക്ഷ്യസുരക്ഷാ ദിനം എന്നാണ് ജൂൺ 7. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് AI ക്യാമറാസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ആൾക്കാരൊക്കെ ട്രാഫിക് റൂൾസ് നന്നായിട്ട് പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം സ്ഥിരമായിട്ട് ന്യൂസിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം AI എന്ന് പറയുന്ന ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക് ആണ്. സോ ആദ്യമായിട്ട് AI സബ്മിറ്റ് നടക്കുന്നത് എവിടെയാണ്? ബ്രിട്ടനിലാണ്. ആദ്യമായിട്ട് AI സബ്മിറ്റ് നടക്കുന്നത് എവിടെയാണ്? ബ്രിട്ടനിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. AI എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അടുത്തതായിട്ട് UN ക്ലൈമറ്റ് ഏജൻസിയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ ആരാണെന്ന് നോക്കാം. സെലസ്റ്റി സൗലോ ആണ് UN ക്ലൈമറ്റ് ഏജൻസിയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ. ഇനി അടുത്തതായിട്ട് UNESCO മൈക്കൽ ബാറ്റിസ് അവാർഡ് 2023 ലഭിച്ച വ്യക്തി.
അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്. ഗൾഫ് ഓഫ് മാന്നാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ജഗദീഷ് ബക്കൻ. ജഗദീഷ് ബക്കൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് യുനെസ്കോ മൈക്കൽ ബാറ്റസ് അവാർഡ് ലഭിച്ചത്. ഗൾഫ് ഓഫ് മാന്നാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് ജഗദീഷ് ബക്കൻ. അദ്ദേഹത്തിന് യുനെസ്കോ മൈക്കൽ ബാറ്റസ് അവാർഡ് 2023 ലഭിച്ചത് ആർക്കാണ്? ജഗദീഷ് ബക്കൻ. ഈ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്ന ഇന്ത്യക്കാരനാണ് ജഗദീഷ് ബക്കൻ. ഓർത്തു വെച്ചിരിക്കുക, യുനെസ്കോ മൈക്കൽ ബാറ്റസ് അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? ജഗദീഷ് ബക്കൻ. ഇത്തവണത്തെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്. ഓർത്ത് വെച്ചിരിക്കുക, ഇന്ത്യയിൽ നടക്കുന്ന പല സമ്മിറ്റ്സിനെ കുറിച്ച് PSC പലതവണയായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓർത്ത് വെച്ചിരിക്കുക, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 2023 സമ്മിറ്റ് നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ് നടക്കുന്നത്. ഇനി അടുത്തതായിട്ട് 2023 UEFA വനിതാ ചാമ്പ്യൻസ് ആരാണ്? ബാഴ്സലോണയാണ്. 2023 UEFA വനിതാ ചാമ്പ്യൻസ് ആരാണ്? ബാഴ്സലോണയാണ്. 2023 UEFA വനിതാ ചാമ്പ്യൻസ് ആരാണ്? ബാഴ്സലോണയാണ്. UEFA എന്താണ്? യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആണ് UEFA. 2023 വനിതാ ചാമ്പ്യൻസ് ആരാണ്? ബാഴ്സലോണയാണ് UEFA വനിതാ ചാമ്പ്യൻസ് ആയത്. ഓർത്ത് വെച്ചിരിക്കാം. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? UN ക്ലൈമറ്റ് ഏജൻസിയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ ആരാണ്? സെലസ്റ്റെ സൗലോ ആണ് UN ക്ലൈമറ്റ് ഏജൻസിയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ. അടുത്തതായിട്ട് യുനെസ്കോയുടെ മൈക്കൽ ബാറ്റസ് അവാർഡ് ലഭിച്ചത് ആണ്? ജഗദീഷ് ബക്കനാണ്. ആദ്യമായിട്ട് ഈ അവാർഡ് ലഭിക്കുന്ന ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം. ഓർത്തു വെച്ചിരിക്കുക, യുനെസ്കോയുടെ മൈക്കൽ ബാറ്റസ് അവാർഡ്. ഇനി അടുത്തതായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനമാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 2023 സമ്മിറ്റ് നടക്കുന്നത് ഇന്ത്യയിലാണ്. UEFA 2023 വനിതാ ചാമ്പ്യൻസ് ആരാണ്? ബാഴ്സലോണയാണ്. ബാഴ്സലോണയ്ക്കാണ് UEFA വനിതാ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചത്. ഇപ്പോൾ നമ്മൾ നോക്കിയത് ജൂൺ 1 മുതൽ 15 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.